മൂലം, പൂരാടം, ഉത്രാടം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ എടുത്തു പറയത്തക്ക രീതിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ജ്യോതിഷപ്രകാരം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ പല മേഖലകളുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെ ജീവിതത്തിലും നിലവിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രതിസന്ധികളും മാനസിക വിഷമതകളും നിങ്ങൾ ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു സാഹചര്യത്തിന് എപ്പോഴാണ് ഒരു മാറ്റമുണ്ടാവുക എന്ന് അറിയുവാനും പല വ്യക്തികളും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾക്കും ഈ ഒരു സമയം അവിസ്മരണീയമായിരിക്കും. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ശുക്രൻ മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. അതായത് മനുഷ്യ ജീവിതങ്ങൾക്ക് സ്നേഹം, സൗന്ദര്യം, ആത്മവിശ്വാസം, ആഡംബരപൂർണമായ ജീവിതം, മാനസിക സന്തോഷം എന്നിവയെല്ലാം നൽകുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ വ്യാഴം ഭരിക്കുന്ന മീനം രാശിയിലേക്ക് ശുക്രൻ എത്തുമ്പോൾ അത് ജ്യോതിഷപ്രകാരം അതിപ്രാധാന്യമറിയിക്കുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം നോക്കുമ്പോൾ മീനത്തിലെ ശുക്ര സംക്രമണം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി മീനത്തിലെ ശുക്ര സംക്രമണം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിനാൽ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന പല വ്യക്തികളും ഇപ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നിലധികം കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് മീനം രാശിയിലുള്ള ശുക്രൻ്റെ സംക്രമണം കൊണ്ട് ഒട്ടനവധി ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും. ഇതിൽ ഏറ്റവും പ്രധാനമായി ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ശുക്രൻ്റെ മീനം രാശിയിലുള്ള സംക്രമണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒരു വലിയ ഉന്നമനം വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവം പ്രതീക്ഷിക്കാം. അതായത് ഇതിൽ പല മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരും ചില കടബാധ്യതകളിൽപ്പെട്ട് ഇനി ഇതിനൊക്കെ എന്നാണ് ഒരു പരിഹാരം ലഭിക്കുക എന്നറിയാതെ വിഷമിക്കുകയാണ്. മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ അധികരിക്കുകയും കടബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതല്ലാതെ വരുമാനത്തിൽ ഒരു വർധനവ് കാണുവാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. വരുമാന വർധനവ് ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, കയ്യിലുള്ള പണം എല്ലാം നാനാവഴിക്കും നഷ്ടമാവുകയാണ്. എന്നാൽ ശുക്രൻ നിങ്ങൾക്ക് ഗുണകരമായ സ്വാധീനം നൽകുന്ന ഈ ഒരു സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട്
നെട്ടോട്ടമോടിയിരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ് തെളിയുന്നത്. ഇതിൽ തന്നെ പല ധനുരാശിക്കാർക്കും ഈ മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച ചില പുതിയ നിക്ഷേപ പദ്ധതികളിൽ അംഗത്വം നേടുവാനും ഒപ്പം തന്നെ മുൻപ് നിങ്ങൾ തുടങ്ങി വച്ചിരുന്ന ചില നിക്ഷേപ പദ്ധതികളിൽ നിന്നുള്ള ലാഭം കൈപ്പറ്റുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതൊരു പക്ഷേ ചിട്ടി പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്നോ അതല്ല എങ്കിൽ നിങ്ങൾ അംഗത്വം നേടിയിരുന്ന മറ്റേതെങ്കിലും നിക്ഷേപ പദ്ധതികളിൽ നിന്നോ നിങ്ങളിലേക്ക് വരുന്ന ഒരു വലിയ തുക ആയിരിക്കാം. അപ്പോൾ സ്രോതസ് ഏതായാലും മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വളരെയധികം മാനസികമായി സന്തോഷിക്കുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ചില സന്തോഷകരമായ കാര്യങ്ങൾ കണ്ട് ഈശ്വരനോട് നന്ദി പറയുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും ഇത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് സ്വന്തം കുടുംബത്തിലുള്ള ഏതോ വ്യക്തികൾ മറ്റേതോ നാട്ടിലേക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയും എന്നാൽ അവിടെ നിന്ന് തിരികെ വരുന്നതിന് എന്തൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നതിനാൽ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു അവസ്ഥ നേരിടുകയും പ്രിയപ്പെട്ട ചിലർക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ആ ഒരു പ്രതിസന്ധിയുടെ പരിഹാരമെന്ന തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ കഴിയും. ഇനി ഈ ശുക്രൻ്റെ മീനത്തിലുള്ള സംക്രമണം കൊണ്ട് ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ പരാജയം നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇതുവരെ അനുഭവത്തിൽ വന്നിരുന്നത്. അതായത് ഒരു രീതിയിലുള്ള പരസ്പര ധാരണയുമില്ലാതെ എപ്പോഴും ജീവിതത്തിൽ കലഹങ്ങളും ഒറ്റപ്പെടലുകളും ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പല വ്യക്തികളും. മാത്രമല്ല സ്വന്തമല്ലാത്ത തെറ്റുകൾക്ക് വരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരികയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങളും പലരും ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ ജീവിതത്തിലെ സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോയിരുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ശുക്രൻ നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എത്ര വലിയ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്ന ഒരു ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം വന്നു നിറയുന്ന തരത്തിലുള്ള ഭാഗ്യസമയം തുടങ്ങുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇനി ഇതോടൊപ്പം തന്നെ ശുക്രൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയും ആഡംബരങ്ങളുടെയും ദാതാവായ ഗ്രഹമായതിനാൽ തന്നെ ശുക്രൻ്റെ സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യകരമായി വരുന്ന ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആർഭാടകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതൊരു പക്ഷേ നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരുന്ന ഒരു ധനനേട്ടമോ ആകാം. ഇനി ഇതിനെല്ലാം പുറമെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ധനുരാശിക്കാർക്ക് ശുക്രൻ്റെ മീനത്തിലുള്ള സംക്രമണം കൊണ്ട് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും
ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് പല ധനുരാശിക്കാർക്കും ഒട്ടനവധി സന്തോഷകരമായ അനുഭവങ്ങളും ശുഭകാര്യങ്ങളും ശുക്രന്റെ സ്വാധീനത്താൽ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഇനി രണ്ടാമതായി, മീനത്തിലെ ശുക്ര സംക്രമണം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ജീവിതത്തെപ്പറ്റി ഒരു ദീർഘമായ കാഴ്ചപ്പാടുള്ളവരും ഒപ്പം തന്നെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും അതേ രീതിയിൽ നേടിയെടുക്കുവാൻ അത്രയധികം പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സ്വപ്നം കണ്ടത് പലതും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളും അതേപോലെ സ്വപ്നം കണ്ടതിന് നേർവിപരീതമായി ജീവിതത്തിൽ ഒട്ടനവധി ദുരിതങ്ങൾ ഇപ്പോൾ നേരിടേണ്ട അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാർ ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുമാണ്. അതായത് കർമ്മമേഖലയിലെ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന പ്രതിസന്ധികൾ പല വിധത്തിലാണ്. ഇതിൽ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മേടം രാശിക്കാർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വരെ ഉടൻ നഷ്ടമാകുമെന്നുള്ള ചില സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ആ ജോലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. എന്നാൽ ഈ ശുക്രൻ്റെ സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് വ്യക്തമായി ഫലപ്രകാരം കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രതിസന്ധിയാണോ ഇപ്പോൾ നേരിടുന്നത്, ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ അതിന് ഒരു പരിഹാരം കാണുവാനും നിങ്ങളെ കൊണ്ട് കഴിയും. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അതിലും മികച്ച ഒന്നിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിപ്പെടുവാൻ കഴിയും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുമാത്രമല്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആഗ്രഹിച്ച ജോലിയിലേക്ക് ഇതുവരെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകാത്ത ചില മേടം രാശിക്കാരും ഇന്ന് ഈ അധ്യായം കാണുന്നു. അതായത് വളരെ നാളുകളായി നിങ്ങൾ ശ്രമം തുടരുന്നുണ്ടെങ്കിലും ആ ഒരു ജോലി സ്വന്തമാക്കുവാൻ ഇതുവരെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കും ഈ ശുക്രൻ്റെ മീനം രാശിയിലുള്ള സംക്രമണം കൊണ്ട് ആഗ്രഹ സഫലീകരണമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഉയർച്ചയിലൂടെ തന്നെയായിരിക്കും നിങ്ങളുടെ കുടുംബവും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രത്യേകം ഈ ഒരു സമയത്ത് മേടം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. കാരണം മക്കളുടെ ജീവിതത്തിന് ഒരു നല്ലത് വരുവാനായി നിങ്ങൾ ഭഗവാനോട് അത്രയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലമെന്ന രീതിയിൽ മക്കളുടെ ജീവിതത്തിൽ ഒട്ടനവധി ഉന്നമനങ്ങൾ ഉണ്ടാകുന്നത് കാണുവാനുള്ള ഭാഗ്യമാണ് മേടം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളിലും കാണുന്നത്. ഇനി കർമ്മമേഖലയിൽ മാത്രമല്ല, ഈ ശുക്രന്റെ സ്വാധീനം ഭാഗ്യകരമായി നിൽക്കുന്ന മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ചയോടെ ചില മേടം രാശിയിൽ പിറന്ന വ്യക്തികളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു ശുഭകരമായ മാറ്റമുണ്ടാകുന്ന സമയമാണ്. അതായത് വളരെ നാളുകളായി വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുകയും വിവാഹ തടസ്സം കൊണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിലനിന്നിരുന്ന
ദോഷം എന്തു തന്നെയായിരുന്നാലും ആ ഒരു ദോഷം ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരവും മംഗളകരവുമായ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുവാൻ പോവുകയാണ്. ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ചില അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ശത്രുദോഷത്തെ പറ്റിയാണ്. കാരണം ശത്രുദോഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചില്ലറയല്ല. അതായത് ജീവിതത്തിൽ നിങ്ങൾ ഒരടി മുകളിലേക്ക് എത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായി വലിയ പതനമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. കാരണം അത്രയേറെ ശത്രുദോഷം നിങ്ങളെ പിടിമുറുക്കിയിരിക്കുകയാണ്. അതായത് ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നമനമുണ്ടാകാത്ത തരത്തിൽ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായി ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ ഗുണകരമായി തെളിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾക്ക് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ തിരിച്ചടിയാവുകയും നിങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ശത്രുദോഷവും അകലുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഈ ശത്രുദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി വരികയും അതുപോലെ വളരെയധികം മാനസികമായ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മേടം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ കാത്തിരുന്ന ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കിയിരുന്ന പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുവാൻ പോകുന്ന ശുഭസമയമാണ് ഈ ശുക്രൻ്റെ മീനം രാശിയിലുള്ള സംക്രമണം കൊണ്ട് മേടം രാശിക്കാർക്ക് കൈവരുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഈ ശുക്രൻ്റെ മീനത്തിലുള്ള സംക്രമണം കൊണ്ട് ഒട്ടനവധി ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ചയോടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗം വ്യക്തികളുടെയും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ അതിസങ്കീർണമാണ്. അതായത് എപ്പോഴാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് എന്ന് കാണുവാൻ കാത്തിരിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതം. കാരണം നിങ്ങൾ വളരെയധികം പ്രതീക്ഷ ജീവിതത്തെ പറ്റി വെച്ചു പുലർത്താറുണ്ടെങ്കിലും ആ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായ ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ പല ആളുകൾക്കും എപ്പോഴും മാനസികമായ വിഷമതകൾ അനുഭവിക്കേണ്ടി വരികയും ഓരോ കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഒട്ടനവധി മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക പ്രതിസന്ധികളും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ജീവിതത്തിൽ ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളുമാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങൾ എന്തു തരത്തിലുള്ള സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ശുക്രൻ്റെ ഗുണഭാവം നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ചില ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദൂരയാത്ര ചെയ്യുവാനും അതിലൂടെ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചതിലും മികച്ച രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. അതുകൂടാതെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങളും
സുഹൃത്ത് ബന്ധങ്ങളും ശക്തിപ്പെടുത്തുവാൻ കഴിയുകയും അതിലൂടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുവാൻ പോകുന്ന സമയവും കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ച് ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വളരെ കാലമായി പിരിഞ്ഞിരുന്ന ഒരു സുഹൃത്തിനെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബാംഗത്തെയോ വീണ്ടും കണ്ടുമുട്ടുവാനും അവരോടൊത്തൊരുമിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷം കുറച്ചധികം സമയം ചിലവഴിക്കുവാനുമുള്ള യോഗവും ഉണ്ടാകും. ഇന്ന് ഈ അധ്യായം കാണുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കർമ്മമേഖലയിലെ ഒരു ഉന്നമനം എന്ന് പറയുന്നത്. അതായത് ഒരു വളർച്ച കർമ്മമേഖലയിൽ കാണുവാനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയോ ഒരു ഉന്നമനം നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രമം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരു അപ്രതീക്ഷിത നേട്ടം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സമയമായിരിക്കും ശുക്രൻ്റെ ഗുണഭാവം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. കർമ്മമേഖലയിലെ ഉന്നമനം മാത്രമല്ല, ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും ശുക്രൻ്റെ ഭാഗ്യഭാവം കൊണ്ട് വന്നു ചേരുന്നത്. അതായത് ഇതിൽ ചില ഇടവം രാശിക്കാർ ഇപ്പോഴുള്ള കടബാധ്യതകളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ കിടന്നാൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതം ഒരു പരിധിവരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയാം. അത്തരത്തിൽ കടബാധ്യതയുടെ പരിഹാരത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും ആ ഒരു ശുഭസമയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് നിങ്ങൾ കാത്തിരുന്ന സമയമാണ് ഇപ്പോൾ തെളിയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില തുകകൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തുവാൻ പോവുകയാണ്. അതായത് ആ ഒരു ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. മാത്രമല്ല ഇപ്പോഴുള്ള ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനും ആ ഒരു ധനനേട്ടം കാരണമാകും. അതോടൊപ്പം തന്നെ ഈ ശുക്രൻ്റെ ഗുണഭാവം കൊണ്ട് ഇടവം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും പഠന കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം മികവ് പുലർത്തുവാൻ കഴിയുന്ന സമയവും കൂടിയാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ മക്കളുടെ പഠന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ ഒരു വേവലാതിയുടെ ആവശ്യമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിൽ മാത്രമല്ല, മുതിർന്ന ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ഈ സമയത്ത് കാണുവാൻ കഴിയും. ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത് ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ശുക്രൻ്റെ മീനത്തിലുള്ള സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതൊക്കെയോ ഇടവം രാശിക്കാർക്ക് പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സംരംഭത്തിൽ നിന്ന് വൻ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനുമുള്ള യോഗവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കച്ചവട രംഗത്തും ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ വരുമാന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നേട്ടമായിരിക്കും ഈ ഭാഗ്യസമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും ഭാഗ്യകരമായ ഒട്ടനവധി അനുഭവങ്ങൾ ശുക്രൻ്റെ സ്വാധീനത്താൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദുഃഖങ്ങളും
ഇല്ലാതാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതോടെ തെളിയുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അവിശ്വസനീയമായ ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.